ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്ന 7-ാം അധ്യായത്തിൽ അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു. 8-ാം അധ്യായം വരുമ്പോൾ മനോഹരമായ ദേവാലയത്തിലേക്ക് യഹോവയുടെ പേടകം ശലോമോൻ അവിടെ കൊണ്ടുവരികയാണ്. ദാവീദ് യെരുശലേം ഒരു ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചത് താൻ മനോഹരമായ ദന്തഗോപുരങ്ങളുള്ളതായ ഒരു വലിയ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ എൻ്റെ യഹോവയുടെ പേടകം ഒരു തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു എന്നുള്ള ദുഃഖമായിരുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യം ഇസ്രായേൽ ജനം അനുഭവിച്ചതായ ഒരു പേടകമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ പേടകം ഉള്ളപ്പോഴൊക്കെ അവർക്ക് ജയമുണ്ടാവുകയും പേടകം അവരിൽ നിന്ന് അകന്നു നിന്നപ്പോൾ അവർക്ക് പരാജയമുണ്ടാവുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം. യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളും അഹറോൻ്റെ തളർത്ത വടിയും മന്നായുമൊക്കെ അതിൽ സൂക്ഷിച്ചിരുന്നു. ആ പേടകം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലെ നേതാക്കന്മാരുടെയും പ്രമാണിമാരുടെയും കുടുംബത്തലവന്മാരുടെയും നേതൃത്വത്തിൽ പുരോഹിതന്മാർ ആ പേടകം യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അതിനുശേഷം അതിവിശുദ്ധ അത് കൊണ്ടുവച്ചതിന് ശേഷം സമർപ്പണ യാഗം നടത്തുന്നു. 2 കെരൂബുകൾ ഇങ്ങനെ ചിറക് വിടർത്തി അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കത്തക്കവണ്ണമാണ് അതവിടെ ക്രമീകരിച്ചത്. നമ്മൾ വായിക്കുന്നു, ആ പേടകം സ്ഥാപിച്ച ശേഷം പുരോഹിതന്മാർ പുറത്തിറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ മേഘം വന്ന ദേവാലയത്തെ മുഴുവൻ മൂടിയെന്നാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യം ഇസ്രായേൽ ജനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം മേഘം വന്ന മേഘത്തിലാണല്ലോ മരുഭൂമിയിലൂടെ ദൈവം അവരെ വഴി നടത്തിയത്. ആ മേഘം വന്ന് ആ കൂടാരത്തെ മുഴുവൻ മൂടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം വാക്യം വരുമ്പോൾ ശലോമോൻ രാജാവ് അതിനുശേഷം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ ദേവാലയം പണിതതിൻ്റെ സംതൃപ്തിയും ആ വലിയ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കൈവൃത്ത ജനത്തെ അവിടെ ആശീർവദിക്കുന്നുണ്ട്. തൻ്റെ പിതാവായ ദാവീദിനോട് ദൈവം അരുളി ചെയ്ത പ്രകാരം താൻ ദേവാലയം പണിതിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. 22 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ ഈ സമാഗമന കൂടാരത്തിലെ ഈ പേടകം അതുവരെ ആയിരുന്നത് ഈ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ച ശേഷം ശലോമോൻ നടത്തുന്നതായ വലിയൊരു പ്രാർത്ഥനയാണ് 22 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, ബലിപീഠത്തിന് മുൻപാകെ മുട്ടുകുത്തി കൈ ഉയർത്തി നിന്നുകൊണ്ട് ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. 24-ാം വാക്യത്തിലെ പ്രാർത്ഥന ഇതാണ്: എൻ്റെ പിതാവിനോട് അവിടുന്ന് അധരങ്ങൾ കൊണ്ട് കൽപ്പിച്ചത് എൻ്റെ കൈകളാൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിനോട് അധരങ്ങൾ കൊണ്ട് ദൈവം കൽപ്പിച്ചത് എൻ്റെ കൈകളാൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദത്തം കർത്താവേ അവിടുന്ന് പാലിക്കണമേ എന്ന് ശലോമോൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് ഈ ചെറിയ ദൈവിക ആയ ഈ ഭവനത്തിൽ വസിക്കുവാൻ മനസ്സ് വെച്ചതിനാൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണെന്ന് ശലോമോൻ അറിയാം. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായ ആ ദൈവസാമീപ്യം താൻ സ്ഥാപിച്ചതായ ഈ കൂടാരത്തിൽ വരുന്നതിനെ ഓർത്ത് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പ്രാർത്ഥനയും യാചനയും ശ്രദ്ധിക്കണമേ. അതുപോലെ ജനങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയെ അവിടുന്ന് ചെവിക്കൊള്ളണമേ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് 31-ാം വാക്യത്തിൽ പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടരെ ശിക്ഷിച്ച് നീതിമാന്മാരെ അവിടുന്ന് സംരക്ഷിക്കണമേ. 34-ാം വാക്യം വരുമ്പോൾ വീണ്ടും പറയുന്നു, പാപം ചെയ്യുന്നവർ പശ്ചാത്തപിച്ചാൽ അവിടുന്ന് കേൾക്കണമേ. മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും
ജനങ്ങളുടെ ഇടയിൽ പാപങ്ങളുണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് അനുതാപം ഉണ്ടാകുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ടവരോട് മനസ്സറിയണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. 34 വാക്യം പറയുന്നു, 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, പാപനിമിത്തം പ്രകൃതിക്ഷോഭം, കൃഷിനാശമൊക്കെ സംഭവിക്കുമ്പോൾ ജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ സമയത്ത് നീയുള്ള പ്രാർത്ഥനകളെ കേട്ട് ആ മഹാവ്യാധികളെ, ആ പ്രകൃതി ദുരന്തങ്ങളെ അവരിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 41 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്ന, ഇസ്രായേൽ മാത്രമല്ല വിദേശികളും പരദേശികളും ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയും അവിടുന്ന് അവർ നിൻ്റെ സ്വന്തം ജനമല്ലായിരിക്കും, എങ്കിലും അവർ പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. 44 വാക്യത്തിൽ വായിക്കുന്നു, യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് വിജയം നൽകണമേ. യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ. 46 വാക്യം വായിക്കുന്നു, പാപനിമിത്തം അടിമകളായി ഞങ്ങൾ പോകേണ്ടി വന്നാൽ അവിടെയുള്ള ദണ്ഡനവും പീഡയും സഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം നീ കേൾക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ 430 സംവത്സരം മിസ്രൈമെ അടിമത്തത്തിലായി അവിടുന്ന് കരഞ്ഞപ്പോൾ അവിടുന്ന് പ്രാർത്ഥന കേട്ടതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. 54 വാക്യം നമ്മൾ വായിക്കുന്നു, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ശലോമോൻ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ ആശീർവദിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനാണ് ആശീർവദിക്കാൻ അവകാശമുള്ളത്. അവനാണ് ദൈവത്തോട് സാമീപ്യമുള്ളവൻ. ദാവീദിന് ഇന്ന് ശലോമോൻ അതിനുള്ള അവകാശം ഇവിടെ ലഭിക്കുകയാണ്. 59 വാക്യം അത് പറയുന്നു, താനിപ്പോൾ നടത്തിയതായ പ്രാർത്ഥനകളും യാചനകളും രാപകലുകൾ അങ്ങയുടെ സന്നിധിയിലുണ്ടാകണമേ. അവിടുന്ന് അനുദിനം ഇസ്രായേലിനെ പരിപാലിക്കണമേ. ഞാനിപ്പോൾ നടത്തിയ പ്രാർത്ഥന എന്നും എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെന്ന് വരാം, എങ്കിലും എൻ്റെ പ്രാർത്ഥന ദൈവമേ അവിടുന്ന് മറന്നു പോകരുതേ, ഞങ്ങളോട് ദയവുണ്ടാകണമെന്ന് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുകയാണ്. 62 വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന ദേവാലയത്തിൻ്റെ വലിയ പ്രതിഷ്ഠ അവിടെ നടത്തുകയാണ്. ഈ യഹോവയുടെ പേടകം കൊണ്ട് വെച്ചു, അതിനുള്ളത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, അതിമനോഹരമായി അവ നിർമ്മിച്ചു. ഇനി അതിൻ്റെ വലിയ പ്രതിഷ്ഠ നടത്തുകയാണ്. അതിനുവേണ്ടി സമാധാന ബലി അർപ്പിക്കുന്നു. 20,000 കാളകളെയും 1,20,000 ആടുകളെയും അവിടെ ദഹനബലിയായി അർപ്പിച്ച്, സമാധാന ബലി അർപ്പിച്ച് അവരവിടെ ആ വലിയ ദേവാലയ പ്രതിഷ്ഠ അവിടെ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 65 വാക്യം വായിക്കുമ്പോൾ, ഈ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം 7 ദിവസം ജനം വലിയ പെരുന്നാളായിട്ട് അവിടെ ആഘോഷിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണത്. പെരുന്നാളെന്ന് പറയുന്നത് സമൂഹമായി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ സമൂഹമായി അവർ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തി 7 ദിവസം അവിടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്നിട്ട് ജനം സന്തോഷഭരിതരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവാലയം അവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവാനുഭവത്തോടെ മടങ്ങിപ്പോകാനുള്ളവരാണ് നമ്മൾ. അതിനാണ് ദേവാലയം നമ്മെ സഹായിക്കേണ്ടത്. എന്നാൽ ഇന്ന് ദേവാലയത്തിലൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നവർക്ക് എന്താണ് ഇന്ന് അനുഭവമാവുക? അതുവരെ ഇല്ലാത്ത അസമാധാനം, അതുവരെ ഇല്ലാത്ത വിഭാഗീയ ചിന്തകൾ, അതുവരെ ഇല്ലാത്തതായ എല്ലാ പ്രതികൂലതകളും ദുഃഖങ്ങളും നിരാശകളും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സാഹചര്യം. അത് ഒരിക്കലും അങ്ങനെയുള്ളിടം ഒരിക്കലും ദൈവാലയമല്ല. ദൈവാലയം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെ വലിയ അനുഭവമാണ്. ആ അനുഭവമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും അത് ആരുടെ ആയിക്കൊള്ളട്ടെ, അതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളതായ ഒരു സമീപനം നമ്മളിൽ നിന്നുണ്ടാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവർ, അവർ വന്നത് ദുഃഖിതരും നിരാശരുമായിട്ടാണെങ്കിലും മടങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലും അപ്രകാരമുള്ളൊരു സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.